പോയറ്റ്സ് ആൻഡ് പാൻകേക്സ് ബൈ അശോക മിത്രൻ. ആളൊരു തമിഴ് റൈറ്ററാണ്. ആളുടെ മൈ ഇയേഴ്സ് വിത്ത് ബോസ് എന്ന ബുക്കിലെ ഒരു ചെറിയ പാർട്ടാണ് പോയറ്റ്സ് ആൻഡ് പാൻകേക്സ്. അപ്പോൾ അതിൽ പറയുന്നത് ജെമിനി സ്റ്റുഡിയോസ്, അതായത് ചെന്നൈയിലുള്ള ഒരു ഫിലിം മേക്കിംഗ് സ്റ്റുഡിയോ ആണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എന്താ പറയുക ഫിലിം ഓർഗനൈസേഷനാണത്, ഇന്ത്യയിലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് SS വാസൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അതിലുള്ള ആളുകളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അതിലെന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ പാൻ കേക്ക് എന്ന് പറയുന്നത് ജെമിനി സ്റ്റുഡിയോസിൽ ഏറ്റവും അധികം യൂസ് ചെയ്തിരുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ പേരാണ്. ബ്രാൻഡ് നെയിമാണ് പാൻ കേക്ക്. അപ്പോൾ ഫസ്റ്റ് ആൾ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ അത് പറഞ്ഞിട്ടാണ്. എന്താ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ഒക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. ഗ്രെറ്റ ഗാർബോ, അതേപോലെ മിസ് ഗോഹർ, വൈജയന്തിമാല, അങ്ങനെ ഒരുപാട് ആക്ട്രസ്സുകൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യലായ റോബർട്ട് ക്ലീവ് എന്ന് പറഞ്ഞ ആളുടെ സ്റ്റേബിൾ, അതായത് നമ്മൾ ഈ കുതിരേനൊക്കെ കെട്ടുന്ന ആ സ്ഥലമാണ് ഇവർ ജെമിനി സ്റ്റുഡിയോസ് ആക്കി മാറ്റിയിട്ടുള്ളതെന്നൊരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡിയോ ഉള്ള സമയം എന്ന് പറയുന്നത് 1940 ആണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപുള്ള ടൈമാണ് പറയുന്നത്. പിന്നെ ഫുള്ളി സ്റ്റുഡിയോനെ കുറിച്ച്, അതായത് അതിലെ മേക്കപ്പ് റൂം ഭയങ്കര ഒരു സലൂൺ പോലെ, അത്രയും ലൈറ്റും മിറേഴ്സും ഒക്കെ വെച്ചിട്ട് അതിനകത്ത് ഇരിക്കുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പായിരുന്നു ഈ മേക്കപ്പ് റൂമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആദ്യം ഒരു ബംഗാളി ആയിരുന്നു. ആളത് വിട്ടുപോയി. പിന്നീട് വന്നത് ഒരു മഹാരാഷ്ട്രീയൻ. ആളുടെ അസിസ്റ്റൻസ് ആയിട്ട് ധർവാർ കന്നഡിക എന്ന് പറഞ്ഞ ഒരു ആന്ധ്രാപ്രദേശ് ആളുണ്ടായിരുന്നു. ഒരു മദ്രാസ് ഇന്ത്യൻ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുണ്ടായിരുന്നു. ഒരു ആംഗ്ലോ ബർമീസ് ആളുണ്ടായിരുന്നു. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, പിന്നെ ലോക്കൽ തമിഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു മേക്കപ്പ് റൂമിൽ, ജെമിനി സ്റ്റുഡിയോസിൻ്റെ മേക്കപ്പ് റൂമിൽ തന്നെ ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ, അതായത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിരുന്നു ഈ ജെമിനി സ്റ്റുഡിയോ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപാണ് ആ ഒരു ഫാക്ടർ വരുന്നത്. അതുകൊണ്ടാണ് അത് അത്ര എടുത്ത് പറയാൻ കാരണം. നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇൻ്റഗ്രേഷൻ ആവശ്യമുള്ള സമയമാണ് 1940s എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയും അതേപോലെ ദൂരദർശനൊക്കെ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ ജെമിനി സ്റ്റുഡിയോസിൽ എന്തുണ്ടായിരുന്നു, ആ ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. പിന്നെ പറയുന്നത് ഇനി ഇവരുടെ ഡ്യൂട്ടീസ്. അപ്പോൾ ഇത്രയും മേക്കപ്പ് മെൻ ഉണ്ടായിരുന്നു ജെമിനി സ്റ്റുഡിയോസിൽ. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനെ ഏറ്റവും അഗ്ലി ലുക്കിൽ ആക്കി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഇന്ന് നോക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നുമല്ല മേക്കപ്പോ അല്ലെങ്കിൽ പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നത്. അപ്പം അവർ ഒരു അഗ്ലി ആളാക്കി മാറ്റുന്നതാണ് ഓതർ പറയുന്നത്. ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാൻ കേക്ക് എന്ന് പറഞ്ഞ ആ ഒരു ക്രീമാണ്. പിന്നെ കുറേ ലോഷനും ലോക്കൽ ലോഷനും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് മെയിൻലി ഇൻഡോർ ആയിരുന്നു. ഔട്ട്ഡോർ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല. 5% ഫിലിംസൊക്കെയാണ് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ സ്റ്റുഡിയോ ലൈറ്റ്സും എല്ലാം കൂടെ മൊത്തത്തിൽ ഈ ആക്ടേഴ്സിനെ ഒരുമാതിരി അഗ്ലി ലുക്കിലാണ് ആക്കിയെടുക്കാറ്. പിന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ഹൈറാർക്കി ഉണ്ട്. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ആ പവർ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ നിയമസഭയിലും ഒക്കെ ഉള്ള പോലെ തന്നെ ആ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ഈ ജെമിനി സ്റ്റുഡിയോസിൽ അല്ലെങ്കിൽ ജെമിനി സ്റ്റുഡിയോസിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മെയിൻ കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുള്ളൂ. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും അങ്ങനെയൊക്കെ. അപ്പം ഹൈറാർക്കി എന്ന് പറയുന്നത് ചീഫ് മേക്കപ്പ് മാൻ ചീഫ് ആക്ടേഴ്സിന് മേക്കപ്പ് ചെയ്ത് കൊടുക്കും. ആളുടെ സീനിയർ അസിസ്റ്റൻറ്റ് സെക്കൻഡ് ഹീറോ അല്ലെങ്കിൽ ഹീറോൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടാവില്ല, അവർക്ക് സെക്കൻഡ് ഹീറോ ഹീറോയിനൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കും. ജൂനിയർ അസിസ്റ്റൻറ്റ് മെയിൻ കൊമേഡിയനെ മേക്കപ്പ് ചെയ്യും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ഹൈറാർക്കി
ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഓഫീസ് ബോയ് ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ജെമിനി സ്റ്റുഡിയോസിലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഓഫീസ് ബോയ് അടക്കം ഉണ്ട്. ആളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻറ് മിക്സ് ചെയ്തിട്ട്, ഈ മേക്കപ്പിൻ്റെ സംഭവം മിക്സ് ചെയ്തിട്ട് ക്രൗഡ് ഷൂട്ടിംഗ് ഉണ്ടാകുന്ന ദിവസം അവരുടെ എല്ലാവരുടെയും മുഖത്ത് ഇത് കൊണ്ടുപോയി തേക്കുന്നതാണ് അവൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓഫീസ് ബോയ് എന്ന് പറയുന്നത് ഒരു ബോയ് ഒന്നുമല്ല, ആളൊരു ഫോർട്ടീസിലുള്ള ഒരാളാണ്. ആള് എന്താ ഒരു ആക്ടർ ആവാനും സ്ക്രീൻ റൈറ്റർ ആവാനും ഒക്കെ ആയിട്ടാണ്, ഡയറക്ടർ ആവാനൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു പോയറ്റും കൂടെയാണ്. പക്ഷെ ആളുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു മേക്കപ്പ് ക്രൗഡിന് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ നമ്മുടെ ഓദറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ക്യൂബിക്കിൾ, അതായത് ഒരു ഓഫീസ് റൂമിൻ്റെ ചെറിയൊരു സ്പേസ് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ഒരു സ്പേസിൽ ഇരുന്നിട്ട് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഡ്യൂട്ടി ആയിരുന്നു നമ്മുടെ അശോകമിത്രന് ഉണ്ടായിരുന്നത്. അപ്പോൾ കാണുന്നവർക്ക് ഇയാൾ എന്തോ വെറുതെ പേപ്പർ വലിച്ച് കീറി കളയുന്ന ഒരു ഡ്യൂട്ടി ആയിട്ട് തോന്നുള്ളെങ്കിലും ആ സ്റ്റുഡിയോയിൽ ഏറ്റവും അധികം വിവരവും അല്ലെങ്കിൽ എല്ലാത്തിനെ പറ്റിയും ഇൻഫോർമേഷനും കിട്ടുന്നതും നമ്മുടെ അശോകമിത്രനായിരുന്നു. അപ്പോൾ ആള് ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ആൾക്കൊരു പണിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റുഡിയോയിലുള്ള പലരും വന്നിട്ട് ആളോട് പറയും, ഇങ്ങനെ പോയാൽ പോലെ, നീ ഒരു ജോലി നോക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ലെക്ചർ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും അധികം ലെക്ചർ ചെയ്യുന്നത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്ന ഓഫീസ് ബോയ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ക്രൗഡ് ഷൂട്ടിംഗ് ഉണ്ടാവണം, എന്നാലാണ് ഇയാളുടെ അടുത്ത് നിന്ന് പോവുള്ളൂ. പിന്നെ ഇതിൽ നെക്സ്റ്റ് വരുന്ന മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് കോതമംഗലം സുബ്ബു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓഫീസ് ബോയ് ആളുടെ എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കുന്നത് ഈ കോതമംഗലം സുബ്ബുവിൻ്റെ അടുത്താണ്. ആളാണ് നമ്പർ 2 അറ്റ് ജെമിനി സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഓദർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആള് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ലോയലായിട്ടുള്ള, ഭയങ്കര റിസോഴ്സ്ഫുൾ, ആളോട് എന്തിനെ കുറിച്ച് ചോദിച്ചാലും ആൾക്ക് ഉത്തരമുണ്ട്, അല്ലെങ്കിൽ എന്തിനും റെഡിയാണ്, എല്ലാവർക്കും വർക്ക് കൊടുക്കാൻ റെഡിയാണ്. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ സുബ്ബു എന്ന് പറയുന്നത്. അപ്പോൾ ആള് എന്താ പറയുക, എഡ്യൂക്കേഷൻ ആയാലും അല്ലെങ്കിൽ ആൾ അഭിനയിച്ച ഫിലിം ആയാലും ഒക്കെ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും ആള് എല്ലായിടത്തു നിന്നും കയറി വരാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആൾ കാണിച്ചു. ഭയങ്കര ചിയർഫുള്ളായിരുന്നു. ഇപ്പം നമ്മൾ എന്തൊരു ഡ്യൂട്ടി കൊടുത്താലും ആളത് ചെയ്യും. ഇപ്പോൾ ഇവർ പറയാണ് ഒരു ഫിലിമിനെ കുറിച്ച് എന്തുണ്ടെങ്കിലും ആളത് ഒരു മടിയും കൂടെ അത് ചെയ്തോളും. ഇപ്പോൾ ഒരു റാറ്റും ഒരു ടൈഗറും ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെപ്രസെൻ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു 40 വേ ആയിട്ട് ആൾ വരും. അത്രയും ഭയങ്കര റിസോഴ്സ്ഫുള്ളാണ് അയാൾ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ സുബ്ബു എന്ന് പറയുന്നത്. അപ്പോൾ സുബ്ബുവിൻ്റെ ക്യാരക്ടറിനെ കുറച്ചുകൂടെ പോസിറ്റീവ് ലൈറ്റിലാണ് നമ്മുടെ അശോകമിത്രൻ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾ ജെമിനി സ്റ്റുഡിയോസിൽ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര ഈസി ആയിരിക്കും എല്ലാവർക്കും. ഫിലിം മേക്കിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ഭയങ്കര ഈസി ആയിരിക്കും. സുബ്ബു ഉണ്ടായിരുന്ന ഇയേഴ്സ് എന്ന് പറയുന്നത് ഗോൾഡൻ ഇയേഴ്സ് ആയിട്ടാണ് ആൾ പറയണത്. പിന്നെ ഈ സുബ്ബു ഒരു പോയറ്റും എന്നുള്ള രീതിയിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ പിന്നീട് ഫിലിമിൽ നല്ല രീതിക്ക് വന്നപ്പോൾ ബ്രാഹ്മൺ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടും ആ ഒരു ബേസിസിൽ. അപ്പോൾ അങ്ങനെ ഇതായി വന്നപ്പോൾ ലിറ്റററി കരിയർ അവിടെ ഡ്വാർഫ് ചെയ്യപ്പെട്ടു. അതായത് മറ്റേത് വലുതായി പോന്നു, അത് പതിയെ പതിയെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ഒരുപാട് പോയംസൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നോവലൊക്കെ എഴുതിയിട്ടുണ്ട്, തില്ലാന മോഹനമ്പൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ നല്ലൊരു ആക്ടറായിരുന്നു. എപ്പോഴും ലീഡ് റോള് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന ഒരാളല്ല. ആൾക്ക് എന്ത് റോള് കിട്ടിയാലും സബ്സിഡറി ആയിട്ടുള്ളൊരു, അതായത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു റോളാണെങ്കിൽ പോലും നന്നായിട്ടത് ചെയ്യുമായിരുന്നു. എല്ലാവരോടും നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്, ജെന്യുവൻ ആയിട്ടുള്ളൊരു സ്നേഹമാണ് എല്ലാവരോടും കാണിച്ചിരുന്നത്. അങ്ങനെയുള്ള കുറേ പോസിറ്റിവിറ്റി പറയുന്നുണ്ട്. ആളുടെ വീട്ടിലെ പലരും വന്ന് എപ്പോഴും താമസിക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര വെൽക്കമിങ് നേച്ചറായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഒരാളായിട്ടും ആൾക്ക് ഒരുപാട് എനിമീസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫീസ് ബോയ്. ഇയാളെപ്പോഴും ഈ ജെമിനി സ്റ്റുഡിയോസിൻ്റെ ബോസിനായിട്ട് വർത്തമാനം പറയുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അതോ ഇയാൾ ഇത്ര കൈൻഡ് ആയതുകൊണ്ടാണോ ആളുകൾക്ക് ഇയാളോട്
എനിമിറ്റി തോന്നുന്നത്, ഒന്നും അറിയില്ലാന്ന് നമ്മുടെ ഓതർ പറയാണ്. പിന്നെ നെക്സ്റ്റ് ക്യാരക്ടറാണ് അവിടുത്തെ സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് സുബുവും ഉള്ളത്. അതേപോലെ അതിനകത്തൊരു ലോയർ ഉണ്ട്, പിന്നെ റൈറ്റേഴ്സും പോയറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ലോയർ എന്ന് പറയുന്നത് എന്തിനാണ്, ലീഗൽ അഡ്വൈസസ് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ആളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു ആക്ട്രസ് ഇതുപോലെ ദേഷ്യം വന്നിട്ട് എന്തോ ഇങ്ങനെ വിളിച്ച് പറയുന്ന നേരത്ത് ഇയാൾ അത് റെക്കോർഡ് ചെയ്ത് എല്ലാവരെയും കേൾപ്പിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതോടുകൂടി നല്ലൊരു ആക്ട്രസ് ആയിരുന്ന ആ പെണ്ണ് കരിയർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ആൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുണ്ടായിരുന്നത് ഈ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്ന ഈ ലോയറാണ്. പിന്നെന്താ, അപ്പോൾ ഇയാൾ ടോട്ടലി ഓപ്പോസിറ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും ഒരേ കൈൻഡ് ഓഫ് യൂണിഫോമാണ് ഇട്ടിരുന്നത്. അതായത് ഖാദിയുടെ മുണ്ടും അതേപോലെ ഒരു വൈറ്റ് ഖാദി ഷർട്ടുമാണ് എല്ലാവരും ഇട്ടിരുന്നത്. പക്ഷെ ഇയാൾ മാത്രം പാൻറ്റും കോട്ടും ഒക്കെ ആയിട്ടാണ്, ടൈ ഒക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത്. ആൾ ഭയങ്കര എന്താ പറയുക, എലോൺ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരൊരു ഫിലിം, നമ്മുടെ ഈ ലോയർ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാണ്. പക്ഷെ അത് ഫ്ലോപ്പ് ആയിപ്പോയി. അങ്ങനെ സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ഡൗൺ ചെയ്യാണ് ബോസ്, ഈ സ്റ്റുഡിയോൻ്റെ ബോസ്. അങ്ങനെ ഇവർക്ക് ജോബ് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നത് ജെമിനി സ്റ്റുഡിയോസ് എത്രമാത്രം ഫേമസ് ആയിരുന്നു എന്ന് കാണിക്കാനായിട്ട് അന്ന് അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള പോയറ്റ്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. SDS യോഗിയാർ എന്ന് പറയുന്ന ഒരു നാഷണൽ പോയറ്റും ഫ്രീഡം ഫൈറ്ററൊക്കെ ആയിട്ടുള്ള ആൾ. ശംഖു സുബ്രഹ്മണ്യം, അതും ഒരു പോയറ്റും പ്ലേ റൈറ്റുമാണ്. കൃഷ്ണ ശാസ്ത്രി, ആളും എന്താ പറയുക റൈറ്ററൊക്കെയാണ്. പിന്നെ ഹരീന്ദ്രനാഥ് ചതോപാധ്യായ, അതും എന്താ പോയറ്റാണ്. അപ്പോൾ ജെമിനി സ്റ്റുഡിയോസിലെ ആളുകൾ മൊത്തം നമ്മൾ പറഞ്ഞ പോലെ ഈ ഖാദി ഒക്കെ വെയർ ചെയ്തിട്ടാണ് നടക്കുന്നവർക്ക്. ഗാന്ധിജിയെ ആയിരുന്നു അവർ വർഷിപ്പ് ചെയ്തിരുന്നത്. കമ്മ്യൂണിസത്തിനോട് അവർക്ക് ഒരു തരി പോലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗോഡ്ലെസ് മാനായിട്ടാണ് അവർ പറയുന്നത്. സ്വന്തം പാരൻസിനോടും മക്കളോടും ഒന്നും ഒരു ബോണ്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളാണെന്നൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ വയലൻസ് സ്പ്രെഡ് ചെയ്യുന്ന ആളുകളാണ്, അങ്ങനെയുള്ളൊക്കെ ഒരു തോട്ട്സ് കമ്മ്യൂണിസ്റ്റ് ആളുകളെക്കുറിച്ചും കമ്മ്യൂണിസത്തിനെ കുറിച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തിരുന്നത് ഗാന്ധിജീനെയും അതേപോലെ തന്നെ കോൺഗ്രസ് ഇതിനെയാണ് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഫ്രാങ്ക് ബച്ച്മാൻ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ തിയോളജിസ്റ്റ്, അതായത് ദൈവത്തിനെക്കുറിച്ചും റിലീജിയനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുടെ ഒരു ആർമി ഇവിടെ വന്നപ്പോൾ, അതായത് മദ്രാസിൽ വന്നപ്പോൾ 1952 വന്നപ്പോൾ അവരെ ഹോസ്റ്റ് ചെയ്തത് ജെമിനി സ്റ്റുഡിയോസാണ്. അതേപോലെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. പിന്നെ ജെമിനി സ്റ്റുഡിയോ പുറത്തിറക്കിയ 2 പ്ലേസാണ് ജോതാം വാലി, അതേപോലെ ദ ഫോർഗോട്ടൺ ഫാക്ടർ. ഇത് മദ്രാസിൽ നന്നായിട്ട് ഹിറ്റായി. അപ്പോൾ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്ലേസ് തമിഴിൽ പിന്നീട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ വീണ്ടും ജെമിനി സ്റ്റുഡിയോസ് വിസിറ്റ് ചെയ്യാനായിട്ടൊരു ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു പോയറ്റ് വരുന്ന ഇൻസിഡൻറ്റ് മെയിനായിട്ട് പറയുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ ഇവരോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ബോസ്, ഇങ്ങനെ ഒരു പോയറ്റ് വരും, ആളൊരു എഡിറ്ററും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല. ഇവരാകെ കേട്ടിട്ടുള്ള ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്ത്, ടെന്നിസൺ, ഇനി കുറച്ചും കൂടെ എന്താ മുന്നോട്ട് പോവുകയാണെങ്കിൽ കീറ്റ്സ്, ഷെല്ലി, ബൈറൺ, അങ്ങനത്തെ പോയറ്റ്സിനെ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. പിന്നെ വേറെ ആരെ പറ്റിയും ഇവർക്ക് അറിയില്ല. അപ്പോൾ ആരായിരിക്കും വിസിറ്റ് ചെയ്യണമെന്ന് എല്ലാവരും ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആൾ പോയറ്റ് ആയതുകൊണ്ടല്ല, ആളൊരു എഡിറ്റർ ആയതുകൊണ്ടാണ് നമ്മുടെ ബോസ് ആൾക്ക് ഇത്രയും ഒരു റിസപ്ഷൻ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്കറിയുന്ന ബ്രിട്ടീഷ് പബ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, അതിലൊന്നും എഡിറ്ററല്ല ഈ വരുന്ന ആൾ. അതിൻ്റെയൊക്കെ എഡിറ്റേഴ്സിന് ഇവർക്ക് അറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ആരായിരിക്കും എന്നാലോചിച്ചിട്ട്. അങ്ങനെ പോയിട്ട് വന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല ആളാരാന്ന്, ഇവർ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഇയാൾ കുറേ സംസാരിച്ച്, ഇയാൾ സംസാരിക്കുന്നത് എന്താണെന്ന് ഇവർക്കും മനസ്സിലാവുന്നില്ല, ഇവരെക്കുറിച്ച് ഒരു കാര്യം അയാൾക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സ്ട്രേഞ്ച് ഇൻസിഡൻ്റ് ആയിട്ട് അത് പറയുന്നുണ്ട്.
ഇവർക്കാർക്കും ഇംഗ്ലീഷ് പോയട്രിനെ കുറിച്ചും കാര്യങ്ങളൊന്നും അറിയില്ല. ഇവർ ലോക്കൽ തമിഴ് പീപ്പിളിന് വേണ്ടി ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവർ എല്ലാവരും ഭയങ്കര എന്താ വണ്ടേർഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ആളുടെ വിസിറ്റിൻ്റെ സമയത്ത്. അപ്പോൾ ഇന്നും അതൊരു മിസ്റ്ററി ആണെന്നാണ് നമ്മുടെ അല്ല ഇന്നൊന്നല്ല, അതൊരു മിസ്റ്ററി ആയിട്ട് അങ്ങനെ പോയി എന്നാണ് അശോകമിത്രൻ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അശോകമിത്രൻ പറയുന്നത് എന്താ പ്രോസ് റൈറ്റേഴ്സിനെ കുറിച്ച്. അതായത് എഴുത്തുകാരെന്ന് പറയുമ്പോൾ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. എഴുത്ത് ഒരു എഴുത്തുകാരനാവണമെന്നുണ്ടെങ്കിൽ ആൾ പേഷ്യൻ്റ് ആയിരിക്കണം, പെർസിസ്റ്റൻ്റ് ആയിരിക്കണം, ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ഹാർട്ടഡ് ആയിരിക്കണം. ഒരുപാട് റിജക്ഷൻ കിട്ടിയാലും ആൾ അതിലൊന്നും തളരാൻ പാടില്ല. എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അവരുടെ റൈറ്റിങ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ് പ്രോസ് റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. അതായത് ഒരു ചെറിയ അനൗൺസ്മെൻ്റാണ്, ഒരു ഷോർട്ട് സ്റ്റോറി കോൺടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ബ്രിട്ടീഷ് പീരിയോഡിക്കൽ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ പേരാണ് ദ എൻകൗണ്ടർ എന്നാണ് ആ പീരിയോഡിക്കലിൻ്റെ പേര്. അപ്പോൾ അതൊന്നും ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പീരിയോഡിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അശോകമിത്രൻ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ പോയിട്ട് ഈ എൻകൗണ്ടർ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ എഡിറ്ററിൻ്റെ പേര് വായിച്ചപ്പോഴാണ് ഇയാൾ ഞെട്ടിപ്പോയത്. ആളുടെ പേര് സ്റ്റീഫൻ സ്പെൻഡർ എന്നായിരുന്നു. അത് ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. ഇന്ന് ആൾ ഫേമസ് ആണ്, പക്ഷെ അന്ന് ഇവർക്കാർക്കും അറിയില്ലായിരുന്നല്ലോ. ഇവരുടെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്ത ആ പോയറ്റായിരുന്നു സ്റ്റീഫൻ സ്പെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഭയങ്കര എന്തോ കണക്ഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. ഒരു ലോങ് ലോസ്റ്റ് ബ്രദറിൻ്റെ ഫീലൊക്കെയാണ് സ്പെൻഡറിനോട് തോന്നിയത്. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞ് ജെമിനി സ്റ്റുഡിയോസിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ഓതർ. നല്ലോണം സമയമൊക്കെ ഉണ്ട്, പക്ഷെ അതിന് പൈസ ഒന്നുമില്ല കയ്യിൽ. അങ്ങനെ ഇയാളെപ്പോഴും വില കുറവ് നോക്കിയ സാധനങ്ങളൊക്കെ വാങ്ങി നടക്കുന്നൊരു ടൈം. ഇങ്ങനെ ഫുട്പാത്തിൽ എന്താ പറയുക കുറേ 50 പൈസയ്ക്ക് ബുക്ക് വിൽക്കുന്നത് കണ്ടപ്പോൾ ഇയാൾ ആ ബുക്ക് എടുത്ത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് ദ ഗോഡ് ദാറ്റ് ഫെയിൽഡ് എന്നാണ്. 6 ആൾക്കാർ അവരുടെ എസ്സേസ് എഴുതിയേക്കാണ് ആ ബുക്കിൽ. അവർ കമ്മ്യൂണിസത്തിലേക്ക് പോയിട്ട് തിരിച്ച് അതിലൊന്നുമില്ല എന്നറിഞ്ഞിട്ട് തിരിച്ച് ഡിസ്ഇല്യൂഷൻഡായിട്ട് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജേർണീനെ കുറിച്ച് 6 റൈറ്റേഴ്സ് എഴുതിയേക്കുന്നതാണ് ആ ബുക്ക് ദ ഗോഡ് ദാറ്റ് ഫെയിൽഡ്. അപ്പോൾ അതിൽ ഈ 6 റൈറ്റേഴ്സിൻ്റെ പേര് വായിച്ച് ലാസ്റ്റത്തെ ആളുടെ പേര് വായിച്ചപ്പോഴാണ് അതും സ്റ്റീഫൻ സ്പെൻഡർ ആയിരുന്നു. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഈ ബുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാണ്. ആൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അന്ന് ബോസ് ഈ സ്റ്റീഫൻ സ്പെൻഡറിനെ ജെമിനി സ്റ്റുഡിയോയിൽ വിളിച്ച് വരുത്തിയെന്നുള്ളത്. ആ മിസ്റ്ററി സോൾവ് ആവുകയാണ്. കാരണം ഇയാളൊരു പോയറ്റ് മാത്രമല്ല, അയാൾ കമ്മ്യൂണിസത്തിലേക്ക് പോയിട്ട് തിരിച്ച് വന്ന ഒരാളും കൂടെ ആണ്. അതുകൊണ്ടാണ് അയാളെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അത്രയും പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ജെമിനി സ്റ്റുഡിയോസിൻ്റെ പല ഡയമെൻഷനിലുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മൊത്തം പറഞ്ഞു വെച്ചിട്ടുള്ളത്.